ഇന്നലെ ബറാഅത്തിൻ്റെ ദിവസമായിരുന്നു അല്ലേ? നമ്മളിൽ പലരും നോമ്പെടുത്തു. അതുപോലെ ഒരുപാട് നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെടുത്ത അമലൊക്കെ അള്ളാഹു പരിപൂർണമായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നൊരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞു. ചില ആളുകൾ ഒരു വീടിൻ്റെ മുമ്പിൽ പോയിട്ട് ഈ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ദിവസം ഒരു കരോള് നടത്തും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഒരു കരോള് ചില ആളുകൾ ഈ ബറാഅത്തിൻ്റെ ദിവസം നടത്തി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞു. ഞാനൊരു വീഡിയോ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. അത് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ചില ആളുകൾ ഇസ്ലാമിനെ കളിയാക്കുന്ന രൂപത്തിൽ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് എവിടെയും ഒരു മതപണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുമില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയാണ്, ഇത് ഇസ്ലാമിൽ പെട്ട ഒരു കാര്യമേ അല്ല. അറിയാനായിട്ട് കഴിഞ്ഞത് കണ്ണൂരോ കാസർഗോഡോ ആണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ വന്നത്. ചില ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബറാഅത്തിൻ്റെ വീഡിയോ അല്ല, അത് ഒരുപാട് മുമ്പുള്ളൊരു വീഡിയോ. സോഷ്യൽ മീഡിയ ആണല്ലോ, അതിങ്ങനെ പൊന്തി വരാനൊന്നും ഒരുപാട് ടൈം എടുക്കൂല. ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, പ്രത്യേകിച്ച് ബറാഅത്തിൻ്റെ ഈ പുണ്യമാക്കപ്പെട്ട ആ ദിവസങ്ങളിലൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ അവരുടെ കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തമാശക്കൊക്കെ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളായിട്ട് മാത്രമേ നമുക്കിതിനൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. അതിലുപരി ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് അവരോട് പറയാനില്ല എന്നുള്ളതാണ്. ചില ആളുകളാകട്ടെ ഇതൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മതപണ്ഡിതന്മാരെയും ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഒക്കെ ചില വഹാബികളായിട്ടുള്ള ആളുകൾ കുറ്റപ്പെടുത്താൻ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് അവർ പോലും നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഈ ഒരു വീഡിയോ വന്നത് ബറാഅത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഈ ബറാഅത്ത് അത് ഇസ്ലാമിലുണ്ടോ എന്ന്. അത് ഇസ്ലാമിലുണ്ട് എന്നുള്ളത് അഇമ്മത്താണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ഖുർആനും ഹദീസുമൊക്കെ ഇജ്തിഹാദ് ചെയ്തിട്ട് അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ചില ആളുകൾ പറയും ഈ റസൂലുള്ള ചെയ്യാത്ത ഒന്ന്, ആ ഒന്നിപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യാം, നമുക്കൊക്കെ അത് ചെയ്യാൻ പറ്റുമോ? കാരണം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ ഹബീബ് ചെയ്യണ്ടേ എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ വഹാബികൾ അവരുടെ പള്ളികളിലൊക്കെ മലയാളത്തിലാണ് ഖുതുബ ഓതുന്നുള്ളത്. ആ മലയാളത്തിലുള്ള ഖുതുബ അള്ളാൻ്റെ റസൂൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് സ്വഹാബത്ത് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാൻ്റെ റസൂല് പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു, സ്വഹാബ നിങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഓരോ നാടുകളിലും നിങ്ങൾ പോയി കഴിയുമ്പോൾ ആ നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് ആ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ നിങ്ങൾ ഖുതുബ ഓതി കൊടുക്കണമെന്ന്. അങ്ങനെ അള്ളാൻ്റെ റസൂല് എവിടെയും പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. മറിച്ച് അയിമ്മത്ത് തന്നെ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് കിതാബുകളിലൊക്കെ കാണാനായിട്ട് കഴിയും. ഖുതുബ എന്നുള്ളത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ ഷർത്താണത്.
അത്. ആ ഷർത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബത്തലത്തു ഖുതുബ എന്ന് പറയല്ലാതെ വേറെ നിവർത്തില്ല, ഖുതുബ ബാത്തിലാണ്. ഇത് ഈ വഹാബികളൊട്ട് അംഗീകരിക്കില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ ദീനിൻ്റെ വിഷയത്തിൽ ചെയ്യാം. നമ്മൾ അയിമ്മത്ത് എന്താണോ പറഞ്ഞത് ആ വിഷയത്തിലൂടെ സുന്നികളായിട്ടുള്ള ആളുകൾ ബറാഅത്തിൻ്റെ നോമ്പ് നോറ്റാൽ അത് ബിദ്അത്താണ്. എന്താണ് ഈ ബിദ്അത്ത് എന്ന് ആദ്യം വഹാബികൾക്ക് തീരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ബിദ്അത്ത് രണ്ട്, നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ ബിദ്അത്തുൽ ഹസനയാണ്, നല്ല ബിദ്അത്തുകളാണ്. നേരെ മറിച്ച് ദീനിൽ തീരെ യോജിക്കാത്ത ചില കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുക, അതെന്താണ്? ബിദ്അത്തുൽ ളലാലയാണ്, ചീത്ത ബിദ്അത്താണ്. ഇങ്ങനെ ബിദ്അത്ത് രണ്ടിനുണ്ട്. ഇതുപോലും ഇവരിൽ പലർക്കും അറിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കണ്ണിൽ കാണുന്നത് മുഴുവൻ ബിദ്അത്താണ് വഹാബികളുടെ അടുക്കൽ. അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഇന്ന് അവർക്ക് തന്നെ തൗഹീദ് എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട കരോളിനോട് സാദൃശ്യമുള്ള ആ ഒരു വീഡിയോ, അതൊക്കെ സുന്നികളായിട്ടുള്ള ചില ആളുകൾ അവർ മറ്റുള്ളവർക്ക് ഞങ്ങളെ തല്ലാൻ വടി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വടി കൊടുക്കുന്നത് പോലെയാണ്. വല്ലാത്ത വിഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. ചില ആളുകൾ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിനെ ഇതുപോലെ വികൃതമാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താറടിച്ച് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമാണ്. ആധികാരികമായിട്ട് ഇങ്ങനത്തെ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആധികാരികമായിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ കേരളത്തിൽ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ടല്ലോ. ഇപ്പോൾ ഈ ബറാഅത്തിൻ്റെ ലേബിളിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മതപണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. ആ മതപണ്ഡിതന്മാരോടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് അന്വേഷിക്കാം.